Hi, good evening all. ഗുഡ് ഈവനിങ്. വിംബിൾ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ കരിയർ അവയർനെസ് വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ശനിയാഴ്ചയും രാത്രി 7 മണിക്ക് സ്റ്റുഡൻസിന് ഉപകാരപ്രദമായിട്ടുള്ള വിവിധ ക്ലാസുകൾ വിംബിൾ അക്കാദമി നടത്തി വരുന്നു. കൂടാതെ പാരന്റിംഗ് അവയർനെസ് ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്ലാസുകൾ മാക്സിമം പാരൻസിലേക്കും സ്റ്റുഡൻസിലേക്കും എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും കൊമേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ബികോം, CA, ബാങ്കിങ് അങ്ങനെയുള്ള ചില ഓപ്ഷൻസ് ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരാറുള്ളത്, അല്ലേ? എന്നാൽ ഇന്നത്തെ കാലത്ത് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അനവധി ഉയർന്ന പഠന തൊഴിൽ സാധ്യതകൾ ലഭ്യമാണ്. ശരിയായ വിവരങ്ങളുടെ അഭാവം കാരണം നിരവധി അവസരങ്ങൾ നഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കാം. ഈ ഒരു സെഷനിൽ കൊമേഴ്സിന്റെ സാധ്യതകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റും സർട്ടിഫൈഡ് കരിയർ മെന്ററും ടീച്ചറും ട്രെയിനറുമായിട്ടുള്ള സീന മാം ആണ്. മാമിനെ ഈ ഒരു സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സീന മാം. താങ്ക് യു ഷെജില മാം. ആദ്യം തന്നെ നല്ലൊരു ഇൻട്രോ എനിക്ക് നൽകിയ ഷെജില മാമിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ആദ്യം തന്നെ വിംബിൾ അക്കാഡമിയോടും നന്ദി എടുത്തു പറയേണ്ടതാണ്. എൻ്റെ ഒരു കുടുംബം തന്നെയായിട്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ പുതിയ കാര്യങ്ങളും വരുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതിലെ ഏറ്റെടുക്കുന്നത്. അതായത് ഈ ഇങ്ങനെയുള്ള ഓരോരോ പുതിയ പുതിയ പ്രൊജക്റ്റുകളാണ് അതിന്റെ അമരക്കാരനായ ഫൈസൽ സാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പാരന്റ്സുമായി ബന്ധപ്പെട്ടതും ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു വെബിനാറിലൂടെ ഇത്തരത്തിലുള്ള ഓരോ സാറ്റർഡേ നടക്കുന്ന വെബിനാറിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് വിംബിൾ അക്കാഡമിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം കൊമേഴ്സ് എന്താണെന്ന്, അല്ലേ? കൊമേഴ്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സീന ഷിനോജാണ്. മാം പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു കൊമേഴ്സ് ടീച്ചറും കൂടെയാണ്. കൊമേഴ്സ് എന്നുള്ള ഒരു കരിയർ ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ സെലക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും ചില സമയത്ത് സയൻസ് കിട്ടാതെ അതിലേക്ക് എത്തിപ്പെടാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് സയൻസ് കിട്ടി ഞാൻ 1 വീക്ക് ആ ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം ഞാൻ കൊമേഴ്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്താണ്. സയൻസ് കിട്ടി 1 വീക്ക് ഇരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാരൻസിന് സയൻസ് തന്നെ എടുക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എനിക്ക് കിട്ടിയപ്പോഴും അങ്ങനെ ആയത്. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് എനിക്കത് സയൻസ് എന്നുള്ള ചില സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യക്കുറവ് കൊണ്ട് ഞാൻ കൊമേഴ്സ് എടുത്തു. അപ്പൊ കൊമേഴ്സ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു പുതിയ സബ്ജക്റ്റാണ്. കൊമേഴ്സിനെ സംബന്ധിച്ച് ആ ഒരു സ്ട്രീമിലേക്ക് ഇന്ന് +1 വിദ്യാർത്ഥികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അഡ്മിഷന്റെ ഒരു തിരക്കാണല്ലോ. ആ അഡ്മിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ +1 കൊമേഴ്സ് എടുത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ കൊമേഴ്സ് +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കൊമേഴ്സ് എന്നത് ഒരു ബേസിക് അവരുടെ LKG സ്റ്റുഡന്റ് ആണ് അവിടെ. കാരണം അവിടെ 10th വരെ പഠിക്കാത്ത 2 പുതിയ സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ടാണ് അവരവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒന്ന് അക്കൗണ്ടൻസി, ഒന്ന് ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സവിശേഷതയോട് കൂടിയാണ് കൊമേഴ്സ് സ്ട്രീം ആരംഭിക്കുന്നത്. ഹ്യൂമാനിറ്റീസിനും സയൻസിനും അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. കൊമേഴ്സിലാണ് ഇത്തരം കാര്യങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കൊമേഴ്സിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊമേഴ്സ് എടുത്ത എല്ലാവർക്കും അതുപോലെ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയ സെഷനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻ്റെ കൂടെ നിൽക്കുക. നമുക്ക് ഇന്ന് ഒരു ഷെയർ ചെയ്തുകൊണ്ടാവാം, ഒരു സ്ലൈഡ് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ഷെജില മാം, ഹലോ. മാം, ഓക്കെ. ഷെയർ ചെയ്യട്ടെ. ചെയ്തു.
ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഞാൻ കാണുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. എന്താണ്, കാണുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? മൈ നോട്ട്സ്, ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ മാം? സ്ക്രീൻ കാണുന്നുണ്ട്. സ്ക്രീന് ഏതാണ് കാണുന്നത്? കരിയർ ഓപ്ഷൻസ് ആണോ കാണുന്നത്, അല്ലെ മൈ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണോ കാണുന്നത്? ഒരു മിനിറ്റ്. ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ സ്ക്രീന് കാണുന്നില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചത്. മൈ നോട്ട്സ്. മൈ നോട്ട്സാ? ഓക്കെ, സോറി. ഒന്നുകൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ, ഇപ്പോഴും വന്നിട്ടുണ്ടാവുമല്ലോ. കീ ടേക്ക് അവേസ് ആണോ? അല്ല, കീ ടേക്ക് അവേസ് അല്ല, അത് ലാസ്റ്റ് ഷെയർ ആണ്. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. കാണുന്നില്ലേ? ബിയോണ്ട് കൊമേഴ്സ് കരിയർ ഓപ്പർച്യൂണിറ്റി. കരിയർ ഗൈഡൻസ് സെഷൻ ആണ്. ബിയോണ്ട് കൊമേഴ്സ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. എക്സ്പെഷ്യലി ഞാനിത് ഉദ്ദേശിക്കുന്നത് ഹയർ സെക്കൻഡറി കൊമേഴ്സ് സ്റ്റുഡൻസിനും പാരന്റ്സിനും ഒരു ക്ലാരിറ്റി, ഡയറക്ഷൻ, കോൺഫിഡൻസ് അവരുടെ ഒരു കരിയറിനുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്നത്തെ ഞാൻ സെഷൻ പ്രസന്റ് ചെയ്യുന്നത്. ഒരുപാട് സമയം നമുക്ക് ഇല്ലെങ്കിൽ പോലും ചെറിയൊരു രൂപരേഖ, ഒരു ഷോർട്ട് നോട്ട് പോലെ ഞാൻ ചെറിയൊരു സെഷനാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. കൊമേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ സന്നദ്ധ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടല്ലോ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചെറിയ സമയം കൊണ്ട് പലപ്പോഴും പല വിദ്യാർത്ഥികളും ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുന്നത് ഒന്നുകിൽ അവരുടെ ഫ്രണ്ട്സ് പോയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാർക്കിന്റെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഭൂരിഭാഗവും ഉണ്ടാകുന്നത്. എന്നാൽ അതേ സമയത്ത് അല്ലാത്ത വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ കാലത്ത് കൂടുതലുണ്ട്. കാരണം അവരുടെ ടേസ്റ്റ്, അവരുടെ സ്കില്ല്, അതൊക്കെ നോക്കിയിട്ട് പോകുന്ന ആളുകളുണ്ട്. അല്ലാത്ത ആളുകളും ഉണ്ടാവാം. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്കില്ല്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ അതുപോലെ തന്നെ ആ സ്കില്ല് മാത്രമല്ല, ആ കരിയർ അല്ലെ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പാഷനും സ്കില്ലും അതുപോലെ തന്നെ പോസിബിലിറ്റിയും കൂടെ നമ്മൾ നോക്കണം. അതിന് എത്രത്തോളം സാധ്യത ഉണ്ട്. ആ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ അത് എവിടെയാണ് എനിക്ക് അതിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ജീവിക്കുന്ന രാജ്യത്താണോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ അത് സ്യൂട്ടബിൾ ആണോ, ആ കോഴ്സ് അതിന് വാലിഡിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അതിന് റിക്കഗ്നേഷൻ ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും അന്വേഷിച്ചതിന് ശേഷമായിരിക്കണം ഒരു കോഴ്സ് തെരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഇത്ര ലെവലിൽ എത്തിയിട്ടുണ്ട് ഇന്ന ഒരു കോഴ്സ് തെരഞ്ഞെടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ആ ജോബ് കിട്ടിയത് കൊണ്ട്, അല്ലെ അത് പഠിച്ചത് കൊണ്ട്, അങ്ങനെ ഒരിക്കലും നമ്മൾ പോവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്റലിജൻസ് അല്ലെ, നമ്മുടെ സ്കില്ല്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കരിയർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഞാൻ ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ കൊമേഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന നമ്മുടെ പാഷൻ അനുസരിച്ചുള്ള ജോബ് ആകുമ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ അത് ചെയ്യും. അത് നമ്മുടെ ലൈഫ് മുഴുവൻ സാറ്റിസ്ഫാക്ഷനോട് കൂടെ ജീവിക്കാൻ നമുക്ക് അത് തന്നെ ധാരാളം ആയിരിക്കും. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. നമ്മുടെ ഫാമിലി ലൈഫിനടക്കം അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കരിയർ കൊമേഴ്സുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വൈ ചൂസ് കൊമേഴ്സ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കൊമേഴ്സ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും, അല്ലെ കൊമേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവാം. Commerce is the backbone of every economy, offering diverse, high growth career path across industries and borders. ഈ കൊമേഴ്സ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് വളരെ നല്ല രീതിയിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് റോൾസിലേക്ക്, അതുപോലെ നമുക്ക് കൊമേഴ്സ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റിക്കഗ്നൈസ്ഡ് ആൻഡ് വാല്യൂഡ് വേൾഡ് വൈഡ് ആണ്. എവിടെയും കൊമേഴ്സ് ഉണ്ടാവണം അല്ലെ, വേൾഡ് വൈഡിൽ കൊമേഴ്സ് ഉണ്ടാവുന്നുണ്ട്.
അതുപോലെ തന്നെ ഹൈ ഡിമാൻഡ് അല്ലെ അനലിറ്റിക്കൽ ആൻഡ് ഡിജിറ്റൽ കൊമേഴ്സ് ഫീൽഡിൽ വളരെ ഡിമാൻഡ് ഉള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് സ്ട്രോങ് ഏണിങ്സ്, നമ്മൾ എപ്പോഴും ഒരു ജോബ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യാറുണ്ട്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് അല്ലെ, ഹയസ്റ്റ് പേയിങ് പ്രൊഫഷണൽ സ്ട്രീംസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ആണ് ശരിക്കും ഏത് കൊമേഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് കോഴ്സ് നിങ്ങൾ തെരഞ്ഞെടുത്തില്ല, കൊമേഴ്സ് സ്ട്രീം നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ അഭിമാനപൂർവ്വം ഓർമ്മിക്കുക. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ? ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും ഒരു കൊമേഴ്സ് എടുത്ത കുട്ടിയെ സംബന്ധിച്ച് ഇതിന് ഒരുപാട് ഇപ്പൊ +1 +2 കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഞാൻ പലപ്പോഴും കാണാറുള്ളത് സയൻസ് എടുത്ത ആളുകൾ പോലും കൊമേഴ്സ്, ഞാൻ ബികോം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു, അതേപോലെ തന്നെ +1 +2 കൊമേഴ്സ് ഒക്കെ എടുത്ത ആളാണ്. അപ്പോഴെനിക്ക് പല കുട്ടികളെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, സയൻസ് ഒക്കെ എടുത്തതിന് ശേഷം +2 കഴിഞ്ഞ് ബികോമിലേക്കൊക്കെ വന്ന കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ +1 +2 എടുത്ത് ബികോം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ +2 കഴിഞ്ഞാൽ എന്ത് എന്ന് നമ്മൾ ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്? ഇനി ഡിഗ്രി ഹയർ സ്റ്റഡീസ് ഉയർന്നുയർന്ന് പഠിച്ചു പോവണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകൾക്ക് നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഡിഗ്രി പ്രോഗ്രാംസുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. ഒന്നാമത്തത് ബികോം ആണ്. ബികോം എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് കോർ കൊമേഴ്സ് ഫൗണ്ടേഷൻ. ഏറ്റവും കൊമേഴ്സിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബികോം എടുത്തു കഴിഞ്ഞാൽ. ഏതൊരു ഡിഗ്രി പോലെ ഇപ്പൊ BSc, ബികോം, അതുപോലുള്ള BA എന്നീ പോലുള്ള ഒരു കൊമേഴ്സ് പഠിച്ച കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാമത്തെ ഡിഗ്രിയാണ് ബികോം, ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. സെക്കൻഡ് വൺ BBA ആണ്, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്. അതായത് അവർക്ക് ലീഡർഷിപ്പ് സ്കില്ലും അതുപോലുള്ള കാര്യങ്ങൾ, ഒരു കമ്പനിയെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ട ആളുകളാണെങ്കിൽ, ഒരു മാനേജർ സ്കില്ലുകളൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം അല്ലെ അങ്ങനെയുള്ള പ്രൊഫഷനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ BBA ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് BMS, ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സ്പെഷ്യലൈസ്ഡ് ബിസിനസ് മാനേജ്മെന്റ്. ഇതേപോലെ നമുക്ക് എന്തെടുക്കാം? BMS എടുക്കാം, അതും മാനേജ്മെന്റ് ഫീൽഡ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് BA എക്കണോമിക്സിന് പോവാം. BBA അതായത് +2 സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു കമ്പൽസറി ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് +1 പഠിച്ചിരിക്കണം, അല്ലെ +1 +2 സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച കുട്ടികൾക്കാണ് BA എക്കണോമിക്സ് എടുക്കുക എന്നുള്ള ഒരു കമ്പൽസറി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, അല്ലാത്ത ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ ബികോം ഏത് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് എന്ത് BA എക്കണോമിക്സ് എടുക്കാവുന്നതാണ്. അതായത് +2 കഴിഞ്ഞാൽ BA എക്കണോമിക്സിന് പോവാം. അതുപോലെ BCA എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ടെക്നോളജി ആൻഡ് ബിസിനസ് ആണ്. ഇനി ഇത് കൂടാതെ +2 കൊമേഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് ഇന്റഗ്രേറ്റഡ് ലോ ചെയ്യാം, 5 ഇയർ BA LLB ചെയ്യാം. നമുക്ക് എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്, ആ എൻട്രൻസ് എക്സാമിലൂടെ അവർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് 5 ഇയർ BA LLB പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. LLB അഡ്വക്കേറ്റ്, ലോയർ ആവാൻ താല്പര്യമുള്ള ആളുകൾക്ക്. ഇനി ഇതേപോലെ എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ക്രിയേറ്റീവായിട്ട് ആ മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള ഓപ്ഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഡിസൈൻ ആൻഡ് മീഡിയ, ക്രിയേറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കരിയർ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്തരം മേഖലകളിലേക്ക് നമുക്ക് +2 കൊമേഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് പോകാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലുള്ളതാണ് ഫിനാൻഷ്യൽ ആൻഡ് ഡാറ്റ അനലിസ്റ്റ്. എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ബികോം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊമേഴ്സ് മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹൈ ഗ്രോത്ത് ഫീൽഡാണ്. നമ്മുടെ ഫിനാൻസിനെ, ടെക്നോളജീനെ, ബിസിനസ്സിനെ ഒക്കെ ഇപ്പോഴും നമ്മൾ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ സമയത്ത് അപ്ഡേഷനോട് കൂടി പോകുന്ന
മേഖലകളാണ്. അവിടെയൊക്കെ നമുക്ക് ഇത്തരം എന്താണ് ബികോം കഴിഞ്ഞ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ച കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട്. അവിടെ ഒന്നാമത്തതായിട്ട് ഫിനാൻഷ്യൽ ആൻഡ് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട്. ഫിനാൻഷ്യൽ ആൻഡ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഡ്രൈവ് സ്ട്രാറ്റജിക് ബിസിനസ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ, ഡാറ്റ അനലിസ്റ്റ്, ആ ഒരു മേഖലയിലേക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിന് എത്തിപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ, SEO, സോഷ്യൽ മീഡിയ ആൻഡ് കണ്ടന്റ് സ്ട്രാറ്റജി ഫോർ ബ്രാൻഡ് ഗ്രോത്ത് ഇൻ ഡിജിറ്റൽ ഏജ്. ഇന്നത്തെ മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബികോം കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി കഴിഞ്ഞ കമ്പനിയിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഫിൻടെക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, റിവല്യൂഷനൈസിംഗ് ഫിനാൻസ് ത്രൂ ടെക്നോളജി, പേയ്മെന്റ്സ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിംഗ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്നുള്ള ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഒരു മേഖല ഉണ്ട്. അവിടെയും നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് കൂടാതെ എന്താണ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ബിസിനസ് അനലിറ്റിക്സ്. പലപ്പോഴും ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ ജോബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് അവർക്ക് ഇപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടിയാൽ അവരുടെ കുടുംബം മാത്രമേ നമുക്ക് അവിടെ രക്ഷപ്പെടുന്നുള്ളൂ, അല്ലെ, ഫാമിലി മാത്രം, അല്ലെ. അതായത് എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫാമിലി മാത്രം. എന്നാൽ അതേ സമയത്ത് ഒരു ഓൺട്രപ്രണർ ആയി കഴിഞ്ഞാൽ ശരിക്കും ബികോം കഴിഞ്ഞ് അല്ലെ +2 കൊമേഴ്സ് ബികോം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഓൺട്രപ്രണർ ആവുന്ന കുട്ടിയെ അല്ലെ ഒരാളെ സംബന്ധിച്ച് അവര് എല്ലാ ബേസിക് എന്താണ് ബിസിനസ്, അതുപോലെ തന്നെ ആരാണ് ഓൺട്രപ്രണർ, എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് അവര് ഓൺട്രപ്രണർ ആയി മാറുന്നത്. അങ്ങനെ മാറുമ്പോൾ അവരുടെ കുടുംബത്തെ മാത്രമല്ല രക്ഷപ്പെടുത്തുന്നത്, മറ്റുള്ള പല ഫാമിലീസിനും വലിയൊരു സപ്പോർട്ടാണ് കൊടുക്കാൻ കഴിയുന്നത്. അവിടെ ബോസ് ആവാണ് ചെയ്യുന്നത് ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി. അതല്ലാത്ത കൊമേഴ്സ് പഠിക്കാത്ത ആളുകളും ബിസിനസ് ഫീൽഡിലേക്ക് വരാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ കൊമേഴ്സ് മേഖലയിൽ എത്തി അത് പഠിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞ് നമ്മൾ ബിസിനസ് മേഖലയിലേക്ക് എത്തുമ്പോൾ അവരുടെ സക്സസ് വളരെ എളുപ്പത്തിലായിരിക്കും. അടുത്തത് ഇനി ഗവൺമെന്റ് ആൻഡ് കമ്പനീസ്. ഇനി നമുക്ക് കൊമേഴ്സ് പഠിച്ച ആളുകളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്നത് വെറും പ്രൈവറ്റ് മേഖലയിൽ മാത്രമല്ല അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കൊമേഴ്സ് ഓപ്പൺസ് ഡോർ ടു പ്രസ്റ്റീജിയസ്, സ്റ്റേബിൾ ആൻഡ് റിവാർഡിംഗ് ഗവൺമെന്റ് റോൾസ് അക്രോസ് ബാങ്കിങ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പബ്ലിക് സെക്ടർ. ഒരുപാട് ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട്. SBI, IBPS, RBI, ഇങ്ങനെയുള്ള SBIന്റെ RBIന്റെ അണ്ടറിലുള്ള ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെയൊക്കെ ആരാണ് കൂടുതലും ജോലി ചെയ്യുന്നത്? പലപ്പോഴും BTech, MTech കഴിഞ്ഞ ആളുകളാണ് ബാങ്കിൽ ചെന്ന് നമ്മൾ കൂടുതൽ കാണുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ കുട്ടികൾ, കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഇത്തരം പരീക്ഷകൾ എഴുതിയിട്ട് അവരും എന്തിലേക്ക് എത്തേണ്ടതാണ്? ഈ ഒരു മേഖലയിൽ അവർക്കുള്ള ജോലി സാധ്യതകൾ കണ്ടെത്തി അവർ ഈ മേഖലയിൽ ജോലി ചെയ്തിട്ട് ജോബ് സെക്യൂരിറ്റി അവർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ SBI, IBPS, RBI ഇവിടെയൊക്കെ ഓഫീസർ ആൻഡ് ക്ലർക്ക് ഗ്രേഡ്സ് വിത്ത് സ്ട്രോങ് ബെനിഫിറ്റ്സ്. ഇതുകൂടാതെ UPSC നടത്തുന്ന ഇൻകം ടാക്സ്, സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇൻകം ടാക്സ്, സിവിൽ സർവീസസ്, സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളിലേക്കൊക്കെ കൊമേഴ്സുകാർക്കും എത്തിപ്പെടാവുന്നതാണ്. ഇത് കൂടാതെ കേരള PSC എന്ന് പറയുമ്പോൾ KSFE പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സീനിയർ അക്കൗണ്ടന്റ് ആയിട്ടും അങ്ങനെയുള്ള അക്കൗണ്ടിങ് പോസ്റ്റുകളിലേക്കൊക്കെ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഇത് കൂടാതെ ഇൻഷുറൻസ് ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും, അതായത് ബികോം കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റിംഗ് കോഴ്സുകൾ കാര്യങ്ങൾ കഴിഞ്ഞാൽ അവിടെ ഓഡിറ്റർ പോസ്റ്റിലേക്കും അതുപോലെ അക്കൗണ്ട്സ് മേഖലയിലേക്കൊക്കെ LIC അതുപോലെയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലേക്കൊക്കെ നിരവധി കരിയർ ഓപ്ഷൻസുകളാണ് കൊമേഴ്സ് സ്റ്റുഡൻസിന് ലഭിക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലെ
കൊമേഴ്സ് സ്റ്റുഡൻസിന് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. ഇനി കൊമേഴ്സ് സ്റ്റുഡൻസിന് എത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ സ്കിൽസ് ആണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 6 സ്കില്ലും കൂടെ അവരിലുണ്ടെങ്കിൽ അവർ ഈ മേഖലയിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഹയസ്റ്റ് പൊസിഷനിൽ തന്നെ അവർക്ക് എത്തിച്ചേരാൻ കഴിയും. അതിൽ ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും വേണ്ടതുപോലെ തന്നെ കൊമേഴ്സ് ആയ ആളുകളിലും ഇപ്പൊ മാനേജർ ആവണമെങ്കിൽ അല്ലെ, അവർക്കൊക്കെ ക്ലിയർലി കോൺഫിഡൻഷ്യലി അവർ എന്തായിരിക്കണം, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ദെൻ ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഫിനാൻഷ്യൽ ലിറ്ററസി, അവർക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയണം, പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആളുകൾക്ക്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ്, അതും ഏറ്റവും പ്രധാനമായിട്ടാണ്. അതായത് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഒരു പേപ്പറാണ് +1 +2 പഠിക്കാനുള്ളത്. അവിടെ പഠിക്കുമ്പോൾ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് അവിടെ നമ്മൾ പലതരത്തിലുള്ള ഡിസിഷൻസ്, അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു ബാങ്കിലാണെങ്കിലും പുതിയ തീരുമാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന ഇത്തരം പ്രോബ്ലംസ് ഒക്കെ അനലൈസ് ചെയ്ത് കണ്ടെത്തി ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളുകൾക്കാണ് ഇത്തരം സബ്ജക്റ്റുകൾ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ്ങും മസ്റ്റ് ആണ്. ഇതേപോലെ തന്നെ AI ആൻഡ് ഡിജിറ്റൽ സ്കിൽസും, അതായത് നമ്മുടെ ഏതൊരു ഫീൽഡ് പോലെ തന്നെയും അക്കൗണ്ടിങ് മേഖല ഇന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജി അങ്ങനെയുള്ള ഡിജിറ്റൽ ടൂൾസും കൂടെ ഈ മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാലി പോലുള്ള സോഫ്റ്റ്വെയറിലാണ് മാനുവൽ അക്കൗണ്ടിങ്ങിന് പകരം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുറെ വർഷങ്ങളായിട്ട്, അപ്പോൾ അതിലുള്ള എല്ലാ ഡിജിറ്റൽ സ്കില്ലുകളും നമ്മൾ അക്വയർ ചെയ്യേണ്ടത് വളരെ മസ്റ്റാണ്. ഇനി ഇത് കൂടാതെ ഇമോഷണൽ ഇന്റലിജൻസും വേണം. വർക്ക് പ്ലേസിൽ നമുക്കറിയാം നാവിഗേറ്റ് റിലേഷൻഷിപ്പ്, സ്ട്രെസ് ആൻഡ് വർക്ക് പ്ലേസ് ഡൈനാമിക്സ് ഇഫക്റ്റീവ്ലി. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഇന്റലിജൻസും കൂടെ വേണം. കാരണം നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഫിനാൻസ് ആണ്, അതുപോലെ തന്നെ ആളുകളെയാണ്, എംപ്ലോയീസിനെയാണ്, മാനേജ്മെന്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, ഇത്തരം മെറ്റീരിയൽ റിസോഴ്സസും ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇതിനെ ഇമോഷണൽ ഇന്റലിജന്റ് ആവുന്ന ആളുകൾക്ക് മാത്രമേ ഈ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരം സ്കില്ലുകളും കൂടെ ഇവരിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഉണ്ടാവേണ്ടത് മസ്റ്റ് ആണ്. ഇനി കൊമേഴ്സ് സ്റ്റുഡൻസിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോഴും ഒരു +1 ആയ കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവർക്കൊരു ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ഒരു ഹയർ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി പ്രിപ്പറേഷൻ ആണ് അവർക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടത്. അതായത് +1 എത്തുമ്പോഴേ അവരുടെ സ്ട്രീം എന്താണെന്നും അവരുടെ അക്കാഡമിക് ഫൗണ്ടേഷൻസ് നല്ല തറോ ആക്കിയിട്ട് അതിനുശേഷമാണ് അവർ ഹയർ സ്റ്റഡീസിന് അവർ മുന്നോട്ട് പോകേണ്ടത്. അതിൽ ഡിഗ്രി എടുക്കുമ്പോൾ അവർ ചെയ്യേണ്ടത് എൻട്രൻസ് എക്സാമുകൾ എഴുതി, CUT പോലുള്ള എക്സാമുകൾ എഴുതിയിട്ട് അവര് ഡിഗ്രി, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കോളേജുകളിൽ അവർ ഡിഗ്രി സെലക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്കില്ലുകൾ ബിൽഡ് ചെയ്യണം. ലേണിംഗ് ഡിജിറ്റൽ സ്കില്ല് വേണം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഫ്റ്റ് സ്കിൽസും കൂടെ അവർക്ക് ഏറ്റവും മസ്റ്റ് ആണ്. ഇനി കൂടാതെ ഒരു കരിയർ ലോഞ്ച് ചെയ്യുമ്പോൾ അവർ ട്രെയിനിങ് അതുപോലുള്ള പ്രൊഫഷണൽ റോള് അവർ ഡീൽ ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കൂടെ അവർക്ക് കിട്ടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്താലാണ് അവർക്ക് ഒരു കറക്റ്റ് ഉള്ള ഒരു കൊമേഴ്സിന്റെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയും. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് പാരന്റ്സിന്റെ സപ്പോർട്ടും കൂടിയാണ്. ഇവരുടെ ഒരു ജേണിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏതൊരു വിദ്യാർത്ഥികളുടെയും ജേണിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് പാരന്റ്സിന്റെ റോള് തന്നെയാണ്. പാരന്റ്സ് ആർ ദി മോസ്റ്റ് പവർഫുൾ ഇൻഫ്ലുവൻസ് ഇൻ എ സ്റ്റുഡൻസ് കരിയർ ഡിസിഷൻസ്. അവര് യുവർ സപ്പോർട്ട് ഷേപ്സ് ദർ കോൺഫിഡൻസ് ആൻഡ് ഡിറക്ഷൻ. സപ്പോർട്ട് ചെയ്യുക, ഡോണ്ട് പ്രഷർ. സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ അവരൊരിക്കലും പ്രഷർ ആക്കരുത്. അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു കരിയറിലേക്ക് അവരെ എത്തിക്കേണ്ടത്. അങ്ങനെ അവരിലേക്ക് നല്ല നല്ല റാങ്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ എത്തുമ്പോൾ അവരുടെ നല്ല രീതിയിൽ അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും അവരുടെ റിസൾട്ടോ റാങ്കോ മാത്രം കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇനി ഇത് കൂടാതെ
മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ, ഇത് കൂടാതെ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന മറ്റൊരു മേഖല, ഇതിനോടനുബന്ധിച്ച് ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് CA CMA പോലുള്ള കോഴ്സുകൾ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? ഹലോ, ആരുമില്ലേ? മാം അറിയില്ല, ഒന്ന് പറഞ്ഞുതരോ? യെസ്, അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്തതാണ്. അതായത് നമ്മളെ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും കൊമേഴ്സിന്റെ കരിയറിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അല്ലെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളത്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു മിനിറ്റ്, സ്ലൈഡ് ഒന്ന് എടുത്തോട്ടെ. അതായത് നമ്മുടെ കൊമേഴ്സ് പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും നമ്മൾ പറയില്ലേ, നമ്മളിപ്പോ ഒരു സയൻസ് എടുത്ത കുട്ടിയെ സംബന്ധിച്ച് MBBS, അങ്ങനെ സയന്റിസ്റ്റ്, ആ ലെവലിൽ എത്തുന്ന ഒരു ഹയർ ഓപ്ഷൻ പോലുള്ള ഏറ്റവും നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് CA എന്ന് പറയുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ എപ്പോഴും നിരാശപ്പെടാറുണ്ട്. കാരണം ഓൾ ഇന്ത്യ ലെവലിലൊക്കെ വളരെ കുറഞ്ഞ റിസൾട്ടാണ് കാണാറുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറേ വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടി പോകുന്നുണ്ട്. വിത്ത് CA അല്ലെ വിത്ത് CMA, ഡിഗ്രി വിത്ത് BCom വിത്ത് CA, BCom വിത്ത് CMA പരസ്യം നിങ്ങൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, CAക്ക് പോകുമ്പോൾ +2 കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ആ +1 +2 കറക്റ്റ് ബേസിക് ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആക്കിയതിന് ശേഷമായിരിക്കണം അവർ CA എന്നുള്ള കോഴ്സ് അവർ സെലക്ട് ചെയ്യേണ്ടത്. അതിന്റെ ഫൗണ്ടേഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഈ CA എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ്ങിനാണ് നമ്മൾ CA എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രൊഫഷനാണ് CA എന്ന് പറയുന്നത്. ICAI എന്ന സ്ഥാപനമാണ് ഈ CA കോഴ്സ് നടത്തുന്നത്. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇവിടെയൊക്കെ ഈ ഒരു മേഖലകളിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽ ആവാൻ പറ്റുമോ അതിനെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പൊ CA പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള കോഴ്സുകൾ, അല്ലെ അവർ എന്തൊക്കെ കാര്യങ്ങൾ, അവരുടെ സ്റ്റെപ്പുകൾ, CA ആവാനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, CA കേട്ടിട്ടുണ്ടാവും, ACCA കേട്ടിട്ടുണ്ടാവും. ACCA എന്ന് പറയുന്നത് അമേരിക്കനിലുള്ള, അതായത് അസോസിയേഷൻ, അമേരിക്കയിൽ അംഗീകാരമുള്ള കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ACCA നടത്തപ്പെടുന്നത് അമേരിക്കയിലെ ഒരു അന്താരാഷ്ട്ര അക്കൗണ്ടിംഗ് യോഗ്യതയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 180-ലധികം രാജ്യങ്ങളിൽ ഇതിന് ഇപ്പോൾ അംഗീകാരമുണ്ട്, അതായത് ACCAക്ക് അംഗീകാരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വിദേശത്ത് ഫോറിൻ കൺട്രീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാവുന്നതാണ്, ACCA കോഴ്സ് എടുക്കാവുന്നതാണ്. എന്നാൽ അതേപോലെ മറ്റൊന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, CPA എന്ന് പറയുന്നത്. CPA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്നാണ് CPA. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെ തന്നെ ഉള്ളതാണ് CPA. ഇത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, CPAയുടെ അമേരിക്കയിലെ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സാണ് CPA എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ACCA UKയിലെ അന്താരാഷ്ട്ര കോഴ്സാണ് ACCA. CPA ആണ് അമേരിക്കയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് നടത്തുന്ന കോഴ്സാണ്. USA-ലുള്ളതാണ് CPA എന്ന് പറയുന്നത്. ഇതിന് ഇന്റർനാഷണൽ വാലിഡിറ്റി ഉണ്ട്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അപ്പൊ CA എന്ന് പറയുന്നത് ഇന്ത്യയിലേതാണ്. എന്നാൽ ACCA എന്ന് പറയുന്നത് UK ബേസ്ഡ് ആണ്. UKയിലുള്ള അന്താരാഷ്ട്ര അക്കൗണ്ടിംഗ് യോഗ്യതയാണ് ACCA എന്ന് പറയുന്നത്. എന്നാൽ CPA എന്ന് പറയുന്നത് അമേരിക്കയിലുള്ളതാണ്. അതിന്റെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്നാണ് അതിന്റെ പേര്. അതുപോലെ തന്നെ USA-യിലും അമേരിക്കൻ കമ്പനികളിലും ജോലി ചെയ്യാൻ ഏതാണ് നമ്മൾ പഠിക്കേണ്ടത്? CPA ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കോഴ്സാണ് CS എന്ന് പറയുന്നത്. CS എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി ആണ്.
CS എന്ന് പറയുമ്പോൾ അവിടെ അക്കൗണ്ടിങ്ങിനേക്കാൾ നമ്മൾ ഒരു കമ്പനീസിന്റെ ലീഗൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ കോർപ്പറേറ്റ് ഗവേണൻസ്, അതിന്റെ എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോസ്റ്റാണ് CS എന്ന് പറയുന്നത്, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഏറ്റവും ഹൈയസ്റ്റ് ടോപ്പ് ലെവലിലുള്ള കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മേഖലയാണ് CS എന്ന് പറയുന്നതും. ഇനി അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് CMA എന്ന് പറയുന്നത്. CMA എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് CMA. CMAയുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാല് അവിടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ അല്ലെ ഒരു സ്ഥാപനത്തിന്റെ ചെലവുകളെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് കമ്പനിക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ലെവലിലേക്ക് മാനേജ്മെന്റിനെ എത്തിക്കാം അതിനെ കുറിച്ചുള്ള ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ ഒരു മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, കറക്റ്റ് ഒരു ബേസിക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലാണ് ഇത്തരം കോഴ്സുകൾ നമുക്ക് 100% സക്സസ് ആക്കാൻ സാധിക്കുള്ളൂ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും CFA എന്ന് പറഞ്ഞിട്ടുള്ള. എന്താണ് CFA എന്ന് പറഞ്ഞത്? ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നാണ് പറയാം. ഇത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കോഴ്സുകളിൽ ഒന്നാണ് CFA എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകള്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള മേഖലകളിൽ ജോലി ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് CFA എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച്, മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ അവിടെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആവാൻ കഴിയും. ഇവിടെ നമുക്ക് BCom വിദ്യാർത്ഥികൾക്ക് എനി ഡിഗ്രി ആണ് ചോദിക്കുന്നതെങ്കിൽ BCom വിദ്യാർത്ഥികൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ കോഴ്സ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാനും ഈ മേഖലയിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് വളരെ ഹൈ പൊസിഷനിലേക്ക് അവർക്ക് മാറാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാർട്ടേഡ് പ്രൊഫഷൻസ്, അതായത് നമ്മൾ പറഞ്ഞ CA, CMA അങ്ങനെയുള്ള കോഴ്സുകൾ ഏതൊക്കെ സ്റ്റെപ്പുകളാണ്. പലപ്പോഴും എന്നോട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കാറുള്ളത് CAക്ക് പോകുമ്പോൾ ഏതൊക്കെ മേഖലകളിലൂടെ അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ എത്ര സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള മേഖലയിലേക്ക് എത്തിച്ചേരുന്നതെന്ന് ചോദിക്കാറുണ്ട് വിദ്യാർത്ഥികൾ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം അങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് +1 നമ്മൾ +1 +2 നമുക്ക് എനി സ്ട്രീം ആയാൽ മതി. ഒരിക്കലും കൊമേഴ്സ് തന്നെ വേണമെന്ന് നിർബന്ധമേ ഇല്ല. CA ചെയ്യേണ്ട കുട്ടികൾക്കോട് ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് കൊമേഴ്സ് കമ്പൽസറി കൊമേഴ്സ് +2 കഴിയണം എന്നുള്ളത് എവിടെയുമില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസ് പഠിച്ച ആൾക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കും കൊമേഴ്സ് എടുത്ത ആൾക്കും പോവാം. പക്ഷെ അവിടെ സ്ട്രോങ് ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടായാൽ മാത്രമേ CA കോഴ്സ് വളരെ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആക്കി മാറ്റാൻ കഴിയുള്ളൂ. അല്ലെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ +1 +2 അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ കോഴ്സ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി സയൻസ് എടുക്കുന്ന ആളുകൾക്കും പോവാം. പക്ഷെ അങ്ങനെ അവർ പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ 2 or 3 months ബേസിക് ആയിട്ടുള്ള +1 +2 അക്കൗണ്ടിങ് ബിസിനസ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കണം അവർ ഈ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കാവുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. അവർക്ക് അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കല്ലോ. നമ്മൾ എന്തിലും പറയാ അടിത്തറ നന്നായാലാണല്ലോ നമുക്ക് എന്താവുള്ളൂ ബാക്കിയെല്ലാം ഉഷാറാവാന്ന് പറയാറില്ല ഒരു വീട് വെക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇവിടെയും
CA പോകുന്ന ആളുകള് ആ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. പക്ഷെ ഏത് സ്ട്രീമിലുള്ളവർക്കും എന്ത് ചെയ്യാം, CA ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ പറയുന്നത്, അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ് CA ചെയ്യേണ്ട വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ +2 പാസ്സായിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതില് അവര് +2 കഴിഞ്ഞിട്ട് CA ഫൗണ്ടേഷനിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഫസ്റ്റ്, അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം +2 പാസ്സായ കുട്ടി ഫൗണ്ടേഷൻ കോഴ്സിന് അവരെന്താക്കണോ, രജിസ്റ്റർ ചെയ്യണം. ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ CAയുടെ എക്സാം വരും. അതായത് ആ എക്സാമിന്റെ പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ 4 സബ്ജക്റ്റുകളുടെ പേപ്പറുകളാണ് അവര് അവിടെ പഠിക്കേണ്ടത്. കൊമേഴ്സ് കുട്ടികളുണ്ടെങ്കിൽ എഴുതിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ആണ്, 2 ബിസിനസ് ലോ, 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 4മത്തത് ബിസിനസ് ഇക്കണോമിക്സ്. 4 പേപ്പറുകളാണ് CA ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ CA ഫൗണ്ടേഷൻ പാസ്സായി, ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പോവേണ്ടത് ഇന്റർമീഡിയറ്റ് എന്നാണ്. എന്തിലേക്കാണ് പോവേണ്ടത്, ഇന്റർമീഡിയറ്റ്. ഇവിടെ ഞാൻ 1, 2 ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. അത് +2 കഴിഞ്ഞതിന് ശേഷമുള്ളത് കൊടുത്തതുകൊണ്ടാണ് ഇവിടെ ഞാൻ സ്റ്റെപ്പ് 1 ആയിട്ട് +1 +2 പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ ഫൗണ്ടേഷൻ പോയി. പിന്നെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് വരികയാണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ CAയുടെ സെക്കൻഡ് ലെവലാണ് കേട്ടോ. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെവലാണ്. +2 കൂട്ടാതെ നമ്മൾ നോക്കുമ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റിൽ നമുക്ക് 5 പേപ്പറുകളാണ് ഏകദേശം പഠിക്കാൻ വരുന്നത്. അതിൽ ഒന്ന് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് വേണ്ട ഒരു ലെവലാണ് ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത്. അതായത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, ടാക്സേഷൻ, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നീ പേപ്പറുകൾ അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് എന്തിന്റെ ആവശ്യമില്ല, സ്റ്റെപ്പ് 1 ആയ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ആവശ്യമില്ല. അവർക്ക് നേരിട്ട് ഇന്റർമീഡിയറ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്റർമീഡിയറ്റിലേക്ക് അവർക്ക് നേരിട്ട് എത്താവുന്നതാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ BComനുള്ള ഈ പേപ്പറുകൾ ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. കൊമേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുണ്ട്, ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എന്തായിരിക്കും, ഈസി ആയിരിക്കും CA ചെയ്യുമ്പോൾ എന്ന്. കാരണം അവരുടെ 3 വർഷത്തെ നല്ല, അല്ലെ ഇപ്പോഴത്തെ 4 വർഷമാണെങ്കിലും ആ രീതിയിലാകുമ്പോൾ അവർ നോളജ് അവർക്ക് കൊമേഴ്സ് പേപ്പറുകളെ കുറിച്ചുണ്ടാവും. പക്ഷെ വർഷങ്ങൾ പോവും. അല്ലാത്ത ആളുകൾക്ക് +2 തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുമാണ്. +2 കഴിഞ്ഞാണ് ഇപ്പൊ ഭൂരിഭാഗം കുട്ടികൾ CAക്ക് പോണത്. അതും വളരെ നല്ലതാണ്. അവർക്ക് അതെന്ത് ചെയ്താൽ മതി, അവര് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ബേസിക് അവര് സ്ട്രോങ് ആക്കിയാൽ തന്നെ അവർക്ക് പെട്ടെന്ന് ഇതിലേക്കൊക്കെ എത്താവുന്നതാണ്. ഇനി അപ്പോഴും നമ്മൾ സെക്കൻഡ് ലെവല് CA ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് വരുന്നത് ആർട്ടിക്കിൾഷിപ്പ് ആണ്. അത് ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഇവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് വേണം. അതായത് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ഏകദേശം 2 ഇയേഴ്സ് ICAIയുടെ പ്രകാരം അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് മസ്റ്റ് ആണ്. ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ ജോലി ചെയ്തിട്ട് അവർക്ക് ആക്ച്വൽ എക്സ്പീരിയൻസ് അവർ ഗെയിൻ ചെയ്യണം. അതിനുശേഷമാണ് ഫൈനൽ എക്സാമിലേക്ക് വരുന്നത്. ഫൈനൽ എക്സാമിൽ അവർക്ക് പഠിക്കാനുള്ളത് ഏകദേശം അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, ഓഡിറ്റ്, കോർപ്പറേറ്റ് ലോസ്, ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഏറ്റവും ആയിട്ട് പഠിക്കാനുള്ള പേപ്പറുകളാണ് ഫൈനൽ എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പൊ CA ഫൈനൽ നമ്മൾ എക്സാം അപ്പിയർ ചെയ്ത് അത് അച്ചീവ് ചെയ്താൽ, അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ICAIയിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുകയും അതോടൊപ്പം തന്നെ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മാറാവുന്നതുമാണ്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ +1 +2 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സംബന്ധിച്ച് ഏകദേശം
5 സ്റ്റെപ്സുകളാണ് നിങ്ങൾക്ക് എവിടേക്ക് എത്തിച്ചേരാനുള്ളത്, CA എത്തിച്ചേരാനുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ +2 നല്ല രീതിയിൽ നിങ്ങൾ പാസ്സാവുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ CA ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് പോവുക. തേർഡ് സ്റ്റെപ്പിൽ ഇന്റർമീഡിയറ്റ്, പിന്നെ ആർട്ടിക്കിൾഷിപ്പ്, പിന്നെ നമ്മൾ ഫൈനലിലേക്ക് എത്തുക. ഈ രീതിയിലായിരിക്കണം നമ്മുടെ CA ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു റോഡ് മാപ്പ്. ആ രീതിയിലാണ് പോകുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ SCCAയുടെ നമ്മൾ പറഞ്ഞു, SCCAയുടെ 1904 നമ്മൾ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് UK ഇത് ഫൗണ്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ അപ്ലൈഡ് നോളജ് മൊഡ്യൂൾ 3 പേപ്പേഴ്സ്, അപ്ലൈഡ് സ്കിൽ മൊഡ്യൂൾ 6 പേപ്പേഴ്സ്, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ മൊഡ്യൂൾസ്, അങ്ങനെയുള്ള പേപ്പറുകളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ 181 കൺട്രീസ് ഇതിന് വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് SCCA എന്ന് പറയുന്നത്. UK കൂടാതെ തന്നെ അതുപോലെ തന്നെ UK, യൂറോപ്പ്, കാനഡ, ഗൾഫ്, സിംഗപ്പൂർ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് SCCA. നിങ്ങൾക്ക് പിന്നെ ചില കുട്ടികൾക്ക് മറ്റുള്ള കൺട്രീസിലേക്കാണ് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്? SCCA ആണ് ചെയ്യേണ്ടത്. ഇതിന് പാസ് ആവാനുള്ള ഗ്ലോബൽ കമ്പനീസിലൊക്കെ 7500 ഗ്ലോബൽ കമ്പനീസ് ഉണ്ട്. അവിടെയൊക്കെ അവസരങ്ങളുണ്ട്. ഇത് പാസ്സാവാനുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40-45% ആണ്. ഗ്ലോബലി റിക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് SCCA എന്ന് പറയുന്നത്. ഇനി അടുത്തത് CPAന്റെ നമ്മൾ പറഞ്ഞു. CPAന്റേത് നമ്മൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് USA ബേസ്ഡ് ആണ്. ഇന്റർനാഷണൽ വാലിഡിറ്റി ഉണ്ട്. ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട്. പിന്നെ CS-ൻ്റെതും സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ആഫ്റ്റർ +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് വേണം. ആഫ്റ്റർ ഡിഗ്രി ആണെങ്കിൽ നേരിട്ട് നമുക്ക് എക്സിക്യൂട്ടീവിലേക്ക് ചെയ്യാവുന്നതാണ് CS-ലേക്ക്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കോഴ്സ് എന്നുള്ള ആ രീതിയിലേക്ക് നമ്മൾക്ക് മാറാവുന്നതാണ്. പിന്നെ നമ്മൾ CMA ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ്, പിന്നെ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനല്. പിന്നെ നമുക്ക് CFAയുടെ കേസിൽ നമ്മൾ പറയുന്നത്, CFA എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നമുക്ക് ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ യൂണിവേഴ്സിറ്റി അഗർത്തല ത്രിപുരയിലൊക്കെയാണ് ഇതിനുള്ള CFA കോഴ്സുകൾ ഉള്ളത്. ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ആവാനുള്ള ഒരു കരിയറാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് എന്താണ്? ബാങ്കിങ് പ്രൊഫഷൻസ് ആവാം, ഡിഗ്രി ആൻഡ് PG ലെവൽ കോഴ്സുകൾ നമുക്ക് ചെയ്യാം. പിന്നെ സ്റ്റോക്ക് ആൻഡ് ഷെയർ മാർക്കറ്റ്, ഫിനാൻസ് മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹോട്ടൽ മാനേജ്മെന്റിൽ, ലീഗൽ സ്റ്റഡീസിൽ തന്നെ LLBയിലൊക്കെ നമുക്ക് ടാക്സ് ആൻഡ് ഫിനാൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊമേഴ്സ് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഹൈ ലെവലിലേക്ക് പോകാൻ കഴിയും. BCom കഴിഞ്ഞതിന് ശേഷം LLB ഒക്കെ എടുക്കുമ്പോൾ. പിന്നെ ഇൻഷുറൻസ് മേഖലയിൽ, പിന്നെ ഗവൺമെന്റ് ജോബുകൾ ഇഷ്ടംപോലെ ഓഫറുകൾ, KSFE അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ മേഖലയിൽ സ്ഥാപനങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ ചില ആളുകൾക്ക് ടീച്ചിങ് മേഖലയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് ടീച്ചിങ് മേഖലയിലേക്ക് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ടീച്ചിങ് മേഖലയിലേക്കാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതായത് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞിട്ട് കോളേജിയേറ്റ് പ്രൊഫസർ ആവണമെങ്കിൽ നിങ്ങൾക്ക് 55% ആൻഡ് അബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എന്നുള്ള UGC നടത്തുന്ന എക്സാം എഴുതിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് കോളേജിയേറ്റ് ലെവലിൽ, ലെക്ചർ ലെവലിലേക്ക് പോകാവുന്നതാണ്. പിന്നെ എക്സാം ഉണ്ടാവും, UPSC എക്സാമുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എന്നാൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ നിങ്ങൾക്ക് PG കഴിഞ്ഞ് BEd കഴിഞ്ഞ് MCom കഴിഞ്ഞ് BEd കഴിഞ്ഞ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ടെസ്റ്റും കൂടി എഴുതി PSC എഴുതി കഴിഞ്ഞാൽ ടീച്ചിങ് ലെവലിലേക്കും പോകാവുന്നതാണ്. അപ്പൊ ടീച്ചിങ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് ഇതിലൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. ഇനി മാനേജ്മെന്റ് കോഴ്സുകൾ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? BBA, BBM, BBS, BMS, MBA, MBM. അതിന്റെ BBAയുടെ
ഹയർ സ്റ്റഡീസ്, അത് PG ലെവൽ കോഴ്സാണ് MBA, MBM, MMM എന്നൊക്കെ പറഞ്ഞത്, BBS, അങ്ങനെയുള്ള ഒരുപാട് എന്താണ് മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് പിന്നെ PhD ചെയ്യേണ്ട ആളുകൾക്ക് PhD ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ഇത് കൂടാതെ ആഫ്റ്റർ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നമുക്ക് IIM പോലുള്ള IP MAT എക്സാമുകളുണ്ട്. ആ എക്സാമിലൂടെ IIM പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ഒക്കെ ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് പോവാൻ സാധിക്കുന്നതാണ്. പിന്നെ ആഫ്റ്റർ UG കഴിഞ്ഞിട്ടും നമുക്ക് IIM, IIT, NIT പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലും പിന്നെ അത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് കരിയർ ഓപ്ഷൻസിന് വേണ്ടി നമുക്കല്ലെ പുതിയ പുതിയ കോഴ്സുകൾ കാര്യങ്ങൾ ചെയ്തിട്ട് IIM കോഴിക്കോടൊക്കെ അവിടെയൊക്കെ എന്താണ് ഒരുപാട് മാനേജ്മെന്റ് മേഖലയിലുള്ള നല്ല സ്പെഷ്യലൈസേഷൻ കോഴ്സുകളുണ്ട്. അത് ചെയ്താൽ നേരിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂ എടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇപ്പോൾ BBA ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിൽ BBAക്ക് പോകേണ്ട ആളുകൾക്ക് അവിടെ ഇപ്പോഴത്തെ ഏറ്റവും കുട്ടികൾ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്നതാണ് ലോജിസ്റ്റിക് എന്നുള്ളത്. അതെന്നോട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് പ്രത്യേകം ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഉണ്ട്, IMU എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി. അവിടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, IMU CET അല്ലെ CAT, MAT, ഈ ടെസ്റ്റുകളിലൂടെ എൻട്രൻസ് ടെസ്റ്റുകളിലൂടെയാണ് ഇവിടേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. അവിടെ എന്തൊക്കെ കോഴ്സുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് BBA ഏവിയേഷൻ ഓർ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്. സെക്കൻഡ് MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് കോഴ്സുകൾ. പിന്നെ MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഒരുപാട് തൊഴിലവസരങ്ങളുള്ള നല്ലൊരു എന്താണ് നമ്മൾ ഡോറാണ് ശരിക്കും ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് അതായത് കൊമേഴ്സിന്റെ സാധ്യതകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതൊക്കെ ഒരു വൺ ഡേ ഒരു എന്താണ് ഒരു 2 or 3 hour സെഷനിൽ പറയാൻ മാത്രമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ BBA കാര്യങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഈ കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനുശേഷമായിരിക്കണം. അതായത് ഞാൻ പറഞ്ഞ സ്കില്ലും കൂടെ നമ്മുടെ പാഷനും നമ്മുടെ സ്കില്ലും ആ കോഴ്സിനുള്ള പോസിബിലിറ്റിയും കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കോഴ്സ് തെരഞ്ഞെടുത്തിട്ട് അതിനുശേഷമായിരിക്കണം അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഏത് വഴിക്ക് പോകണമെന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ വെറുതെ എന്താണ് പോകുന്ന ആ രീതിയിലേക്കുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഓരോരുത്തരും മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയർ തിരഞ്ഞെടുക്കുക. ആ കരിയറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പാഷൻ അനുസരിച്ചുള്ള സ്കിൽ അനുസരിച്ചിട്ടുള്ള കരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയുമെന്നത് 100% ഷുവർ ആണ്. അപ്പോൾ കൊമേഴ്സിന്റെ ഇത്രയും വലിയ സാധ്യതകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്തത്. ഇനിയും പറയാനുണ്ട്. കൊമേഴ്സ് ടീച്ചർ എന്നുള്ള രീതിയിലും ഒരു കരിയർ മെന്റർ എന്നുള്ള രീതിയിലും ഞാൻ കൊമേഴ്സിനെ കുറിച്ച് നിങ്ങൾ എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലോസ് ആവില്ല, നിങ്ങൾക്ക് അല്ല ഒരു ഫെയിലർ ആവില്ല. നിങ്ങൾക്ക് മുന്നോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾ സക്സസിലേക്ക് എത്തുമെന്നുള്ളത് ഷുവറാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം മാം പറഞ്ഞ സമയമായിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. അറിയുന്ന കാര്യങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സീന മാം. നല്ല ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് A to Z കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു മാം. അപ്പോ ഇതില് ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാമിന്റെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പറഞ്ഞ പോലെ തന്നെ മാം ടീച്ചറാണ്, അതുപോലെ കരിയർ കോച്ചാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Yes, ഓക്കെ good സീനാജി. evening. സീനാജി. ഗുഡ് ഓക്കെ ഈവനിങ് ഓക്കെ സർ. ഗോ ഹെഡ്. ബസിമാജി ചോദിച്ചോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ മാം, ഇവരിപ്പം ബികോം എടുത്തിട്ട് പിന്നെ ആ ഒരു ടീച്ചിങ് ലെവലിലേക്ക് പോകണമെങ്കിലേ ആ ബികോം എടുത്തു കഴിഞ്ഞിട്ടാണോ പോകേണ്ടത്, ബി.എഡിന് പോകേണ്ടത്? യെസ്, ബികോം എടുത്തിട്ട് ബി.എഡ് ഇല്ല മാം. ബികോം ഉം. കഴിഞ്ഞ് എംകോം കഴിഞ്ഞതിന് ശേഷമാണ് കൊമേഴ്സ് ബി.എഡ് ഉള്ളത്. അതിനുശേഷം നമ്മൾ ബി.എഡ് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ഉം. ഉണ്ട്. ആ സെറ്റ് ഉം. എക്സാം എഴുതിയാൽ നമുക്ക് ഗവൺമെന്റിന് PSC എഴുതാം. അങ്ങനെ നമുക്ക് ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് പോവാം. ഇനി ഹയർ ഓക്കെ. സെക്കൻഡറി സ്കൂൾ അല്ല, നമുക്ക് കോളേജ് ലെവലിൽ ഇപ്പൊ ബികോം അങ്ങനെയുള്ള കോളേജിറ്റ് പ്രൊഫസർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എംകോം കഴിഞ്ഞിട്ട് അല്ലെ, എംകോം നമുക്ക് സെക്കൻഡ് ഇയറിന്റെ സമയത്ത് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ഉണ്ട്. സെറ്റ് പോലെ തന്നെ ഒരു ക്വാളിഫയിങ് ടെസ്റ്റ് ആണ് നെറ്റ്. അത് എഴുതിയതിന് ശേഷം UPSC നടത്തുന്ന എക്സാം എഴുതിയിട്ട് നമുക്ക് കോളേജിലേക്ക് പ്രൊഫസർ ആവാം. ഓക്കെ മാം, അപ്പൊ അങ്ങനെ ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലോ, അതായത് പ്രൈമറി പ്രൈമറി അങ്ങനത്തെ? ആവുമ്പോൾ +2 കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ DLED പഴയ TTCക്ക് പകരം പണ്ട് TTC ആയിരുന്നല്ലോ, ഇപ്പോഴ് ഉം. DLED എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സ് ഉണ്ട്, 2 വർഷത്തെ. ആ കോഴ്സ് ഉം. കഴിഞ്ഞിട്ട് നമുക്ക് UPയിലാണ് പഠിപ്പിക്കാൻ. ഡിഗ്രി ഉം. കഴിഞ്ഞവർക്ക് UPയില്. ഉം. 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 ഓക്കെ. അപ്പൊ മാമിന്റെ ക്വാളിഫിക്കേഷൻ അപ്പൊ നോക്കുമ്പോ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ മാം ബികോം ഒക്കെ എടുത്ത് ആയിരിക്കൂലേ? ഞാൻ അപ്പൊ ഏത് ബികോം അവസരത്തിലായിരിക്കും? എംകോം B.Ed പിന്നെ MA സൈക്കോളജി, ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ്, പിന്നെ കരിയർ മെന്ററിംഗ് സർട്ടിഫൈഡ് കോഴ്സ് ഇതൊക്കെ ചെയ്ത ഓക്കെ. ഓക്കെ. ആളാണ് ഞാൻ. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരിയർ കൗൺസിലിങ്ങിന്റെ മേഖലയിൽ എപ്പോഴും അപ്ഡേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ്സുകളും കാര്യങ്ങളും എടുക്കുമ്പോഴും എനിക്കും ശരിക്കും ഒരു അപ്ഡേഷൻ വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ സമയത്ത് ഇത് പഠിച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ചേഞ്ചസ് ആ. ഇപ്പോഴുള്ള നമ്മൾ പറഞ്ഞു ഇപ്പൊ ഡിഗ്രി തന്നെ മാറിയില്ലേ, 4 വർഷത്തിലേക്ക് ആയില്ലേ. അതിനെ ബേസ് അതെ. ചെയ്തിട്ട് കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ 4 വർഷത്തെ ഡിഗ്രി സ്തംഭനാവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെതൊക്കെ എത്രത്തോളം നമ്മളൊക്കെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഡെയിലി പഠിച്ചുകൊണ്ടിരുന്നാലേ ഇപ്പൊ ഓരോ കാര്യങ്ങളും അപ്ഡേഷൻ മസ്റ്റ് ആണ്. ഓക്കെ. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച് മാം. ഓക്കെ, താങ്ക് യു. വെരി ബെനിഫിഷ്യൽ. ഓക്കെ താങ്ക് യു. ഓക്കെ സീനാജി, ഇപ്പോഴ് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, അല്ലെ ഏത് കോളേജിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിൽ 15 വർഷമായി പഠിപ്പിച്ചു. ഈ വർഷം ഞാൻ റിസൈൻ ചെയ്തു. കാരണം എനിക്ക് കൗൺസിലിങ്ങും അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതിലേക്ക് നമുക്കൊരു, ഞാൻ പറഞ്ഞില്ല, ഓൺട്രപ്രണർ ആവുക, പഠിപ്പിക്കുക തന്നെയായിരുന്നു പരിപാടി. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം തോന്നി, എനിക്കൊരു സ്വയം എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കുറെ പഠനങ്ങളും സൈഡായിട്ട് ഇപ്പൊ വേണു സാറൊക്കെ ഇങ്ങനെ വരുന്നില്ല ഓരോ സെഷനിൽ, അതുപോലെ തന്നെ ഞാനും ഇതൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യുക, അങ്ങനെയുള്ള ഒരാളാണ്. ഓക്കെ. ഈ മറ്റേ ട്യൂഷൻ തുടങ്ങിയിട്ട് വീട്ടിലെ ട്യൂഷൻ എത്ര 4 വർഷമായിട്ട് ട്യൂഷൻ? 4 എത്ര വർഷമായി. വർഷമായിട്ട്? 4 വർഷമായി. ഓക്കെ. ഞാനും ഞാൻ ഹസ്ബൻഡിന് താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഹസ്ബൻഡിനെയും കൂടെ ഇപ്പൊ കൂട്ടി അങ്ങനെ രണ്ടുപേരും കൂടെയാണ് പോണത്. കുറച്ച് ഹസ്ബൻഡ് കഴിഞ്ഞിട്ട് എന്താണ്? ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്താണ്? CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റ് മേഖലയിലാണ്. ഒരു ഓക്കെ, ഗുഡ്. ട്രാവൽസിൽ ഫിനാൻഷ്യൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. സീനയുടെ പിള്ളേർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? എനിക്കൊരു മോളുള്ളത്, മോള് സയൻസ് ആണ് എടുത്തത്. ഞങ്ങൾ രണ്ടും കൊമേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മോളോട് കൊമേഴ്സ് എടുക്കാൻ, പക്ഷെ കുട്ടിക്ക് താല്പര്യമില്ല, അവൾക്ക് സയൻസ് സബ്ജക്റ്റുകളാണ് ഇഷ്ടം. അങ്ങനെ സയൻസ് എടുത്ത് ഇപ്പോഴതാ നമ്മളെ നീറ്റ് എക്സാം എഴുതി ഇങ്ങനെ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് റീടെസ്റ്റ് വന്നപ്പോൾ ആകെ ഡള്ളായി. അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലാണ്. ഇനിയിപ്പോ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോവാന്നൊക്കെയാണ് മോളുടെ പ്ലാന്. കുട്ടികളുടെ പ്ലാൻ അനുസരിച്ച് വിടുക എന്നുള്ളത്, നമ്മൾ ഗൈഡ് ചെയ്യും, അവരുടെ ഇഷ്ടോടി നോക്കണ്ടേ. ഇനി അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നതിന്റെ വെച്ചാല്, ആ ആ നീറ്റ് എഴുതാനായിട്ട് മെഡിക്കൽ പ്രൊഫഷനിലോട്ട് ആ മോൾക്കുള്ള ആ മോട്ടിവേഷൻ എന്താണ്? നിങ്ങൾ രണ്ടുപേരും, അച്ഛനും അമ്മയും രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ല. അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മെഡിക്കൽ പ്രൊഫഷൻ അതിനോട്ട് എന്നുള്ള ആ താല്പര്യം എവിടെ നിന്നും വന്നു?
എവിടെ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയതാണ്, സാർ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്ന് എൻ്റെ ചേച്ചിയുടെ മോള് ഇപ്പൊ MBBS കഴിഞ്ഞ് ഡോക്ടറായിട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞ് ഇപ്പോൾ അതിന്റെ PGന്റെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ ഓഗസ്റ്റ് 30-ന്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ പ്രഷറാണ്. സോഷ്യൽ പ്രഷർ മീൻസ് സൊസൈറ്റി ഇവർക്ക് കൊടുക്കുന്ന, അവളെ എനിക്ക് തോന്നുന്നത് അത് നല്ല റോള് ഉണ്ടായിട്ടുണ്ടെന്ന്. കാരണം ഫാമിലിയിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന അംഗീകാരം, ചേച്ചിന്റെ മോൾക്ക്, കാരണം നമ്മൾ ഓരോന്ന് ഇപ്പൊ MBBS പാസ്സായ സമയത്തുള്ള അവൾക്ക് കിട്ടിയ നാട്ടുകാരും എല്ലാവരും റെസിഡൻസിന്റെ വക അങ്ങനെയൊക്കെ കിട്ടല്ലോ. അപ്പൊ അതിൻ്റെതും കണ്ടിട്ടുണ്ടാവാന്ന് പറയുന്നു. മൂന്നാമത്തത് ഞാൻ അവളോട് വീണ്ടും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്, അപ്പൊ അവൾക്ക് ഏതെങ്കിലും ഒരു സർവീസ് മേഖലയാണ് താല്പര്യം എന്ന്. അതായത് സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമാണ്. പിന്നെ സയൻസ് ഓക്കെ സബ്ജക്റ്റ് ആണ് സാർ ഇഷ്ടവും കുട്ടിക്ക്, നമ്മള് കൊമേഴ്സ് മേഖല ഇഷ്ടമല്ല. ഓക്കെ ഞാൻ ഇത്രയും പറഞ്ഞാൽ ഇന്നത്തെ യുവർ ടോക്ക് വാസ് എക്സലന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സലന്റ് ആണ്. ആ കണ്ടന്റ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു പക്ഷേ സാർ. ഐ എം നോട്ട് സർപ്രൈസ്ഡ് ആൻഡ് ആദ്യമൊക്കെ ഐ യൂസ് ടു ഫീൽ ഡിസപ്പോയിന്റഡ്. ഇപ്പോഴും എനിക്ക് ആ ഡിസപ്പോയിന്റ്മെന്റ് മാറിയിട്ടില്ല. ഇന്ന് എത്ര പേരാണ് വന്നിട്ടുള്ളത് ഇത്രയും അതെ നല്ലൊരു ടോക്കിന്. ഇവിടെ നോട്ടിഫിക്കേഷൻ കുറഞ്ഞത് ഒരു 300-400 പേർക്കെങ്കിലും കിട്ടിക്കണം. അതെ ഇതിന്റെ 300-400 പേർക്കെങ്കിലും കിട്ടിക്കണം. അപ്പോഴേ ശരിക്കും ഇതിനെ പറയാനുള്ള ആ ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി നമ്മുടെ അവിടുത്തെ ഈ പാരന്റ്സ് എന്ന് പറയുന്ന അവർക്ക് വെർച്വലി സീറോ ആണ്. ഇപ്പൊ ഇതിൽ തന്നെ ശരി. ഇരിക്കുന്നതിൽ ഒരാളുടെ പേര് ഇറക്കി ഞാൻ കണ്ടു. ഹി മേ ബി എ സ്റ്റുഡന്റ് ആയിരിക്കാം. ഒരു അദ്വൈത് എന്നുള്ള പേര് വെച്ചിട്ട് ആ, അദ്വൈത് എന്ന് പറയാൻ ഞാൻ വിചാരിക്കുന്നു ചെറുപ്പക്കാരനായിരിക്കും എന്നുള്ളത്. ഈ മിക്കവർക്കും ഇവര് തന്നെ മറ്റേ വാട്ട് ഈസ് ഹർ നെയിം, അവരിപ്പോ പോയെന്ന് തോന്നുന്നു, ബസിമ സിറാജ്. യെസ്, ഷീ ഈസ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ശരിക്കും കേട്ടു ആൻഡ് ഷീ ആസ്ക്ഡ് സം റിലവന്റ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ജനത്തിന് അവർക്ക് ഇതുപോലുള്ളതിനെ എങ്ങനെ നമ്മുടെ പിള്ളേരെ ഗൈഡ് ചെയ്യാന്നുള്ളത് ഇവർ വന്നിട്ട് അത് പാരന്റ്സ് ആണ് ചെയ്യേണ്ടത്. അതെ റൈറ്റ് തിങ്. ഞാൻ ഡോക്ടറാണ്. എനിക്ക് അമേരിക്കയിൽ ഒരു ഡോക്ടർ ഏൺ ചെയ്യുന്നതിന്റെ അടുത്തൊന്നും വരത്തില്ല. ഈ IT സെക്ടറിൽ അവർ ഏൺ ചെയ്യുന്ന ഒന്നും വരത്തില്ല. ഡോക്ടേഴ്സ് ഏൺ എ ലോട്ട് ഓഫ് മണി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ ഞാൻ ഈ പറഞ്ഞതുപോലെ മെഡിസിൻ എനിക്ക് സുന്ദരമായിട്ട് അവൻ സയൻസിന് നല്ല കൂടുതൽ മാർക്കുള്ളവനായിരുന്നു. സയൻസ് നന്നായിട്ട് ഇത്. പക്ഷെ ഞാൻ നോക്കണം അവന്റെ ആപ്റ്റിറ്റ്യൂഡ് നോക്കണം. ആപ്റ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ അവൻ ഡോക്ടറായാൽ അവൻ അതിന് പറ്റിയ ആളല്ല. അത് തിരിച്ചറിയുന്ന ആരാണ്? പാരന്റ് ആയിട്ടുള്ള ഞാനാണ് അത് ചെയ്യുന്നത്. എന്നാൽ അവൻ രാത്രിയിൽ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ വെക്കേഷൻ വരികയാണെങ്കിൽ അവിടെ കൊതുവെല്ലാം കടിക്കുന്നു, അല്ലെങ്കിൽ കറണ്ട് ഇല്ല, അവൻ അടുത്ത ദിവസം മുഴുവൻ ഇങ്ങനെ ഗ്രംബിളി കൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ നോക്കിയെന്ന് അറിയാം ഈ ഡോക്ടർ പ്രൊഫഷനെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഉറക്കം എന്ന് പറഞ്ഞാല്. സോ യു ഷുഡ് ബി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന ചിലർ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ സർജറി ഒരാൾ കാണും, അതിന് മറ്റേ ഓർത്തോപീഡിക്സ് കാണും. അവർ വന്നിട്ട് നൈറ്റിൽ ഒരു 2 മണിക്ക് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് റൂം തന്നിട്ടുണ്ട്. അപ്പം പേഷ്യന്റ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ കാഷ്വാലിറ്റിയിൽ പിന്നെ അറ്റൻഡർ വന്നിട്ട് വിളിക്കും, മെഡിസിൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഉടനെ എണീറ്റാ ഇപ്പോൾ വരാം, 2-3 മിനിറ്റിനകത്ത് ഞാൻ ഇറങ്ങിപ്പോവും. ചിലരുണ്ട് സർജറി വിളിക്കും, ഒരനക്കവും ഇല്ല. എന്നിട്ട് ഞാൻ അടുത്ത് കിടക്കുന്നതാണ്, ഞാൻ അവരെ തട്ടി എണീപ്പിക്കും, നിങ്ങളെ വിളിക്കുന്നു, ഇപ്പൊ വരാം, എന്നിട്ടും കിടന്നുറങ്ങും. എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നേഴ്സ് വരും. നേഴ്സ് എന്നിട്ട് സർജറി സാറേ ഇവിടെ പേഷ്യന്റ് ബന്ധുക്കളെല്ലാം ബഹളം ഉണ്ടാക്കുന്നു, ഞാൻ ഇപ്പൊ വരാം. എന്നിട്ട് എനിക്ക് മാത്രം കേൾക്കാം, അടുത്ത് കിടക്കുന്നവർക്ക് നാശം, ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. സോ അങ്ങനെ ഉള്ളവർ ഈ പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാൽ അവരും ഹാപ്പി അല്ല, ആരും ഇല്ല. അതുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കിയത് കാരണമാണ് ഞാൻ എൻ്റെ മകനെ ഞാൻ മെഡിസിൻ വിട്ട് കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ കൂടുതൽ ഇല്ല. ഞാൻ അവൻ നോക്കിയിട്ട് അവൻ ഈ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ ഡിഡ് യു സീ ദാറ്റ് ആഡ്, ദാറ്റ് വാസ് വെരി ക്യൂട്ട് മറ്റേ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവന് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് അവൻ ഇത് നാട്ടിൽ കൊണ്ടാണ് പഠിപ്പിച്ചത്. പിന്നെ 8ാം ക്ലാസ് മുതൽ നാട്ടിലാണ് പഠിച്ചത്, നാട്ടിൽ കൊണ്ട് വിട്ടു. എന്നിട്ട് ഞാൻ അവൻ്റെ സ്കൂളിലും സയൻസിന് നല്ല മാർക്കുണ്ട്. അപ്പൊ അവന്റെ ടീച്ചേഴ്സ് എല്ലാം വിചാരിച്ചു അവൻ ഡോക്ടർ ആവുമെന്നൊക്കെ. ഞാൻ നേരെ ഈ കോമേഴ്സിലോട്ടാണ് 12th അതിലോട്ട് വിട്ടിട്ട് BA ഇക്കണോമിക്സ് അതിനാണ് അങ്ങോട്ട് വിട്ടത്. അത് കഴിഞ്ഞ് MBA. ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റ് നേരത്തെ പറഞ്ഞ സോഷ്യൽ പ്രഷർ. യുവർ ഡോട്ടർ ഓൾസോ യു ഹാവ് ടു മേക്ക് ഷുവർ. മറ്റേ ഒരു ചേച്ചി കസിൻ അതായെന്ന് പറഞ്ഞ അതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ
ദാറ്റ് ഈസ് ശരിയാ. നോട്ട് അതെ ഗുഡ്. ശരിയാകത്തില്ല. സർവീസ് എന്ന് പറയുന്നത് എല്ലാവരും പറയും സർവീസ് സർവീസ് സർവീസ്, എല്ലാം സർവീസ് തന്നെയാണ്. അതെ ബിസിനസ് ഓൾസോ സർവീസ് ഉണ്ട്. ബിക്കോസ് ബിസിനസ്സിൽ നല്ലോണം ഉണ്ട്. മൈ ഫാദർ വാസ് എ ബിസിനസ് മാൻ. എനിക്ക് ഈ ബിസിനസ് കുറിച്ച് നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛൻ 1955 തിരുവനന്തപുരത്ത് ഒരു കൊച്ചൊരു തുണിക്കട തുടങ്ങി. ആ കട ഇന്നും ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ 72 years. അച്ഛൻ 10 കൊല്ലത്തിന് മുമ്പ് മരിക്കുന്നവരെ വെരി പോപ്പുലർ ഷോപ്പ്. അച്ഛൻ വെറും 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഒരു ബികോമോ BBA ഒന്നുമില്ല. ഹീ ന്യൂ, ഹിസ് പാഷനായിരുന്നു. എന്നിട്ട് ആ കടയിൽ ഞാൻ എൻ്റെ 7ാം ക്ലാസ് മുതൽ മെഡിക്കൽ കോളേജിൽ പോകുന്നവരെ ഞാൻ എല്ലാ വെക്കേഷനും ആ കടയിൽ ഞാൻ ജോലി ചെയ്യായിരുന്നു. അതാണ് ഐ നോ മോർ അബൌട്ട് ഈ ബിസിനസ് ഇതിന്റെ. അപ്പൊ ആ അതുപോലെ എത്ര പാഷൻ, പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതെ. അതുകൊണ്ടല്ലോ. അത് അതാണ് മാത്രമല്ല, അല്ല അച്ഛൻ സർവ് ചെയ്യുന്ന ഒരു 10 ഫാമിലീസിന് ജോലി. അതെ അച്ഛൻ അവിടെ MRP ഉണ്ടല്ലോ, മറ്റേ മാക്സിമം റെക്കമെൻഡഡ് പ്രൈസ് അടിച്ചിരിക്കുമല്ലോ. ഒരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങളൊരു ബ്രേസർ വാങ്ങിക്കാൻ പോകുന്നു, ആ ബ്രേസറിൽ MRP ഒരു 100 രൂപ ആയിരിക്കും അടിച്ചിട്ടുള്ളത് ആ ബ്രാൻഡിന്. ആ MRP അടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കടയിൽ അച്ഛൻ വിറ്റുകൊണ്ടിരുന്നത് MRP 100 അടിച്ചിരിക്കുമ്പോൾ അച്ഛൻ വിൽക്കുന്നത് അത് 95 രൂപയ്ക്കോ 90 രൂപയ്ക്കാണ്. അപ്പൊ തന്നെ പബ്ലിക്കിന് സർവീസ് ആയില്ലേ? സർവീസ് എത്ര ആയി. കോടി എന്ന് പറയാം അച്ഛൻ വെച്ചാൽ വില കുറച്ച് വിൽക്കുന്നു. മതി. അച്ഛൻ പറയുന്നത് ഇത്രയും ലാഭം എനിക്കുണ്ട്, എനിക്കതിൽ 40% കിട്ടും ലാഭം, ഞാൻ 100 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാല്. അത്രയും വേണ്ട. സോ ഈ പറഞ്ഞ മകള് പറഞ്ഞ ആ സർവീസ് എന്നുള്ളത് എനി പ്രൊഫഷൻ യു ക്യാൻ. അതെ ഒരു ഞാനും തട്ടുകട പറഞ്ഞിട്ടുണ്ട് അത്. വെക്കുന്നത്, ഒരു തട്ടുകടക്കാരനും സർവീസാണ്. സർവീസാണ്. കുറെ പേര് IAS പോകും, അവിടെയാണ് സർവീസ് പറഞ്ഞ നോൺസെൻസ്. ഉം. എന്നിട്ട് ഇന്ന് കുറെ ഡോക്ടേഴ്സ് നാട്ടിലുള്ളവരെല്ലാരും എല്ലാം കഴിഞ്ഞിട്ട് നേരെ IAS എഴുതി പിന്നെ അങ്ങോട്ടേക്ക് പോവാണ്. എന്തിനും ഞാൻ സർവീസിന്. മണ്ണാങ്കട്ട പേഷ്യന്റ് കയറി തന്നെ എത്ര സർവീസാണ് വരുന്നത്. പാവപ്പെട്ട പേഷ്യൻസിനെ എത്ര പേർക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. സോ എനിവേ, യു ആർ എ എക്സലന്റ് ടീച്ചർ. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നന്നായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞ 6 സ്കില്ലില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്കിൽ ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്. അത് ഇല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതെയാണ് നീറ്റ് എക്സാമിനേഷൻ 2ഉം 3ഉം തവണ എഴുതിയിട്ട് കിട്ടാതെ വന്നിട്ട് സൂയിസൈഡ്. ഇത്തവണ തന്നെ എത്ര 16 പേര് ദേ ഓൾറെഡി കമ്മിറ്റഡ് സൂയിസൈഡ്. അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ ഒട്ടും ഇല്ലാത്തവരാണ്. ആണ് കുഴപ്പം. ഓക്കെ, താങ്ക് യു. റൈറ്റ്. ഹലോ ഹലോ ഷജില മാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു. മാഡം പിന്നീട് സംസാരിക്കാൻ. ഹലോ, ഹലോ പിന്നീട് സംസാരിക്കാൻ പറ്റൂല, ഫോണിലൂടെ സംസാരിക്കാൻ പറ്റൂല പിന്നീട്. ഓ ആയിക്കോട്ടെ. എന്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ തരാം. 9562. മാഡം ഇപ്പൊ എഴുതാൻ ബുദ്ധിമുട്ട്. ഞാൻ ഒന്നറിയണ്ട പുറത്തേക്ക് പോണം. ഇതില് ഉണ്ടോ മാഡത്തിന്റെ ഈ ഇന്ന് തന്ന ഇതില് ഉണ്ടോ നമ്പർ? തന്നതിലുണ്ടോന്ന് അറിയില്ല. ഷജില മാമിന്റെ അടുത്ത് ഉണ്ടോന്ന് അറിയില്ല. 9562 പറഞ്ഞോളൂ. 9562 23 ഓക്കെ 8576. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. മാഡം ഒന്നുകൂടി പറയാം, ഒറ്റ മിനിറ്റ്. 9562 23 8576. ഓക്കെ ഓക്കെ മാഡം, ഓക്കെ, മെനി താങ്ക്സ്. താങ്ക് യു. പിന്നീട് സംസാരിക്കണം. ഓക്കെ, വെൽക്കം. വേണു സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇത്രയും നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചിട്ട് ഇത്രയും വളരെ കുറഞ്ഞ ആളുകളാണല്ലോ. ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു വില്ലേജ് ആണ് ശരിക്കും. ഒരുപാട് പേര് മിഡിൽ ക്ലാസ് ആണ്. അങ്ങനെയുള്ള ആളുകൾ ഒരു സ്ഥലമാണ് മുക്കം. കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അവിടെ ഞാൻ ആദ്യം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. വെറുതെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ അപ്ഡേഷൻ കൊടുക്കാനും കാര്യങ്ങൾക്കും വേണ്ടി അതിൽ ജോയിൻ ആയിട്ട് എക്സിറ്റ് ആയ ഒരുപാട് ആളുകൾ. പിന്നെ പാരന്റ്സിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. പാരന്റ്സിന് ഒന്നും നമുക്ക് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ഇത്തരം നല്ല ആശയങ്ങൾ പാരന്റ്സിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ അതിലും ആരുമില്ല.
ഇതുപോലെ തന്നെ ഞാൻ ഇതിന്റെ മുൻപ് ഞാനൊരു വേറൊരു ടീമിന്റെ ഒരു അപ്പെക്സ് സൊല്യൂഷന്റെ അവിടുത്തെ കരിയർ മെന്ററും കൂടിയാണ് ഞാൻ. അവരുടെ ഒരു വെബിനാർ ഉണ്ടായിട്ട് ഞാൻ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കുറെ ഗ്രൂപ്പ് ഉണ്ടാവില്ല നാട്ടിലുള്ള, ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞാൻ ഷെയർ ചെയ്തു. ഫ്രീ വെബിനാർ ആയിരുന്നു. +2 റിസൾട്ട് വന്ന ഉടനെ. അതിലും ആളില്ല. ഇന്നത്തതും ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്, പക്ഷെ ആള് വരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം. ഇത് ഈ നമുക്ക് എന്തോ അല്ല അല്ല ബെനിഫിറ്റ് ഉണ്ടാവും ആ, എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ എന്താണ് ആർക്കെങ്കിലും കിട്ടട്ടെ. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്റെ കാലത്തൊക്കെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരാൻ ആളില്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അത് അറിവുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ വലിയ അതല്ല, എന്നാലും അറിവുള്ളത് നമ്മൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് ഒരു എയിം. അതിനു പോലും ഇത് പറഞ്ഞപ്പോഴേ സീനാജി, ആ, ഞാൻ നാട്ടിലൊരു 5.5 കൊല്ലം 2009 മുതൽ 2015 വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഇവിടുത്തെ ജോലി രാജിവെച്ചിട്ട് ഞാൻ നാട്ടിൽ, ചില അച്ഛന് കുറച്ച് സുഖമില്ലാതെ വന്നപ്പോൾ ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഐ മസ്റ്റ് സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാദർ. അതിലപ്പുറം സ്വന്തം അച്ഛനെ നോക്കാതെ ഇവിടെ എല്ലാം ബാക്കി ഇവിടുത്തെ സായിപ്പിനെയും മദാമ്മയും എല്ലാം നോക്കി കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല. മൈ ഓൺ ഫാദർ അങ്ങനെ അവിടെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ കുറേ സ്കൂളുകളിൽ, സെയിന്റ് തോമസ് സ്കൂൾ ട്രിവാൻഡ്രത്ത്, ദെൻ ക്രൈസ്റ്റ് നഗർ സ്കൂൾ, ദെൻ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂൾ, ദെൻ ഗവൺമെന്റ് സ്കൂൾസ്, അവിടെ എല്ലാം ഞാൻ ഈ 9ാം ക്ലാസ് 10ാം ക്ലാസ് പിള്ളേർക്ക് ഞാൻ റൈറ്റ് കരിയർ ഫോർ റൈറ്റ് റീസൺസ് എന്ന് പറഞ്ഞ ടോക്ക് ഫ്രീ ആയിട്ട് ഞാൻ അവിടെ ചെന്ന്. അപ്പൊ അവിടെ എനിക്ക് കിട്ടി പിള്ളേരെ. കാര്യം വെച്ചാൽ ആ സ്കൂളിലെ ആ ഹെഡ് മാസ്റ്റർ അവരോടൊന്നും തന്നെ ഒരു പീരീഡ് എനിക്ക് വേണ്ടി അയച്ചു തരും. അപ്പൊ ഞാൻ പവർ പോയിന്റോട് കൂടി അവിടെ പ്രസന്റ് ചെയ്തു. അങ്ങനെ ഐ വാസ് ഏബിൾ ടു ഗെറ്റ് കുറെ പിള്ളേർ. അതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ആ ക്ലാസ് കഴിയുമ്പോൾ അടുത്ത് വരും, അയ്യോ ഡോക്ടറെ ഞാൻ ഇതാണെന്ന് കൊള്ളാമെന്ന് വിചാരിച്ചിരുന്നു, ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഇതിലാണ് ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞു അതിനെ ഫോളോ ചെയ്യണം. പെൺകുട്ടികൾക്ക് ഗാർഡനിങ് ഇൻട്രസ്റ്റ് ആണ്, ഫ്ലവർക്ക്. ഞാൻ പറഞ്ഞു ബൊക്കെ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു, നിങ്ങൾ അതിലോട്ട് പോകണം, നാളെ യു ക്യാൻ ബിക്കം. ഇന്നാണ് വെച്ചാൽ എത്ര ഇതിന് വേണ്ടിയിട്ട് ബൊക്കെ അതിൻ്റെ ഇഫ് യു ലൈക്ക് ഗാർഡനിങ് ചെയ്ത് നോക്കുക. കുക്കിംഗ് അറിയാവുന്ന പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞു അത് ചെയ്യണം, കാറ്ററിംഗ് സർവീസ്, യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് ആൻഡ് യു ക്യാൻ ബിക്കം ആൻ ആൻട്രപ്രണർ. ഇത് ഞാൻ പറഞ്ഞു. അവസാനം ഇതിന് കവറേജ് ആയിട്ട് മലയാളം മനോരമയിൽ അതിന്റെ ചീഫ് എഡിറ്റർ, ട്രിവാൻഡ്രത്തെ ചീഫ് എഡിറ്റർ, അദ്ദേഹത്തിന്റെ മകൻ ആ സെയിന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. സോ ഹി ഓൾസോ കെയിം ടു ലിസൺ ടു മീ. എൻ്റെ ഇത് കേട്ടതിന് ശേഷം അടുത്ത ദിവസം എൻ്റെ ഒരു ഫോട്ടോ എല്ലാം വെച്ച് പുള്ളിക്കാരന് ഒരു 4 കോളമുള്ള ബോക്സിൽ എൻ്റെ കുറച്ച് കവറേജ് കൊടുത്തു എൻ്റെ. അപ്പൊ അങ്ങനെ റൈറ്റ് കരിയർ ഫോർ റൈറ്റ് റീസൺസ്, ഇതാണ് വേണ്ടത്. ദാറ്റ് ഈസ് യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. മറ്റേത് ഡീമോട്ടിവേറ്റഡ് ആവും. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ജനത്തിന് യാതൊരു വിലയില്ല, ഒരു വിലയില്ല അവർക്ക്. നിങ്ങൾക്ക് തട്ടിപ്പ് വെട്ടിപ്പ് പറ്റിപ്പ് പ്രസ്ഥാനമാണ് വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കോടീശ്വരനാകാം, ഇന്നാ പിടിച്ചോ വരും. നിങ്ങൾ ഒരു വാട്സാപ്പിൽ ഇട്ട് നോക്കിയേ, ഹൗ ടു ബിക്കം എ മറ്റേ കറോർപതി ഇൻ 1 month. സീനയ്ക്ക് പിന്നെ പറ്റത്തില്ല, ആയിരക്കണക്കിന് ആൾക്കാർ വരും, ഇടിച്ചു തള്ളി വരും. അതാണ് നമ്മുടെ ജനം. എന്നിട്ട് നമ്മളെല്ലാം പ്രബുദ്ധരാണെന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യും. പ്രബുദ്ധർ ഒന്നുമില്ല അതിന്റെ. എനിവേ ഗുഡ്, കണ്ടിന്യൂ ഡൂയിങ് ദിസ് വൺ. അത് ഇനി ഇതേപോലെ അഗ്രസീവ് ആയിട്ട് തന്നെ ഗോ ഹെഡ് ആൻഡ് ലുക്ക് ഫോർ ഡിഫറെന്റ് ഫോറംസ്. ഓക്കെ, ഷജില മാം വൈൻഡപ്പ് ചെയ്യല്ലേ നമ്മള്? മേഡം ഒരിക്കലും കൂടി നമ്പർ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി, ഒന്നും കൂടി പറയാം മേഡം. യെസ്, 9562 ഓക്കെ 23 സോറി ഓക്കെ 8576. ഓക്കെ മെനി താങ്ക്സ് മേഡം. ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ ഷജില മാം വൈൻഡപ്പ് ചെയ്യാം. Okay, thank you so much once again, Seena ma'am. അതുപോലെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? മേഡം നല്ല സ്മൂത്ത് ആയിട്ട് കേൾക്കാൻ പറ്റി. അപ്പൊ നല്ല സമാധാനത്തില് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കേൾക്കാൻ പറ്റിയോണ്ട് നല്ല ഒരു സന്തോഷം. ഈ പ്രദീപ് ജി, നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ട്? നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് കേട്ട കാരണം നിങ്ങൾക്ക് പ്രായം എത്രയായി, നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ട്, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ സംഭവങ്ങൾ വേണം, ഇപ്പം എഡ്യൂക്കേഷൻ,
ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അറിവുകൾ ഇതുപോലെയുള്ള പാരന്റ്സിന് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അവരിൽ നിന്നാണ് കുട്ടികളിലേക്ക് അത് അങ്ങനെ രീതിയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആവണം. അങ്ങനെ മാരേജ് അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റംസ്, ഒരാളെ എന്തൊക്കെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗം, ജോലി, അങ്ങനെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ മൈൻഡ് മാച്ചിങ് സിസ്റ്റം, അങ്ങനെയൊക്കെ ഓരോരോ പ്രൊജക്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് റണ്ണിങ് ആയിട്ടില്ല. ഇപ്പൊ അടുത്ത് അല്ല യുവർ സ്റ്റാർട്ടപ്പ് ആക്കും. ഞാൻ ഒരു 2 മാസം. അല്ല പ്രദീപ് ജി, യുവർ ജോബ് ആൻഡ് യുവർ ഇൻകം എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ വരുമാനം? ഞാനിപ്പോ ഒരു വാട്ടർ പ്രൂഫിങ്ങിന്റെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ. ഉം. ഈ ഓക്കെ. ഷിപ്പിന്റെ ഒക്കെ ഇതുമായിട്ട് ക്യാബിന് എന്താ പറയാ, മെഡിക്കലിന്റെ ഓരോ സിസ്റ്റം അങ്ങനെയൊക്കെ ഒരു പാക്കേജിങ് ചെയ്യുകയാണ് ഓൾറെഡി. നിങ്ങളുടെ ഫൈബറിന്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ എന്താണ്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇങ്ങനെ വീട്ടിൽ ഓരോ അച്ഛൻ മരിച്ചുപോയി, അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളായി, സാമ്പത്തികവും പ്രശ്നം, മനസ്സും ഇതായിപ്പോയി, അങ്ങനെയൊക്കെ കുറച്ച് ടേണിംഗ് പോയിന്റ് ആയിപ്പോയി. പിന്നെ ഓരോരോ പ്രൊഫഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു ഓൾറെഡി, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയട്ടെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പോഴും പ്രായം എത്രയായി? അല്ല പ്രായം 30 ആണോ 35 ആണോ 40 ആണോ? ഇല്ല, 50 ഉണ്ട്. 50ആയി. ഓ 50 ഓക്കെ. ആ അപ്പൊ എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഈ ലോകത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ നമുക്കും ജീവിക്കണം, മറ്റുള്ളവരും സന്തോഷിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും. നമ്മൾ ഇത്രയോ ഇപ്പം സാറ് പറഞ്ഞ പോലെ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താ പറയണ്ട, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പിന്നോട്ടാണ് ഓൾറെഡി. അതിനൊക്കെ നമ്മൾ കൂടുതൽ ഒരു നല്ല മനുഷ്യനായിട്ട് വളർന്ന് വരണം ഓൾറെഡി. അപ്പൊ നമ്മളെ പുതിയ തലമുറക്കെങ്കിലും അതൊക്കെ കൊടുക്കാനൊക്കെ പറ്റുവാണെങ്കിൽ, അങ്ങനെയൊക്കെ കുറച്ച് ആശയങ്ങൾ മനസ്സിലുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ജീവിക്കണം. നമ്മളെ ചെറിയ ചെറിയ കുടുംബം എന്ന് പറയുന്നത്, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഒരു കുടുംബം ഉണ്ടല്ലോ ഓൾറെഡി, നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. പോകുന്നു. ഓക്കെ സാർ, ഞാനിപ്പോ സാറിന്റെ ഒരുപാട് സമയമായില്ലേ സാറിന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത് ശ്രദ്ധിച്ചോണ്ട് അങ്ങോട്ട് കുറച്ചൊരു പണിയുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ ശരി സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. Okay, thank you all. Good night. ഗുഡ് നൈറ്റ്. ബൈ ബൈ.